പലപ്പോഴായി നമ്മളെ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് വിരശല്യം. മുതിർന്നവരിലും ഇത് കണ്ടുവരാറുണ്ട്. എങ്കിലും കുട്ടികളിലാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത്. എന്തുകൊണ്ടാണ് വിരശല്യം ഇങ്ങനെ കൂടുതലായി കണ്ടുവരുന്നത്? എന്താണ് വിര? വിര ഒരു ശല്യമാണോ? യഥാർത്ഥത്തിൽ വിര ഒരു ശല്യമല്ല. നമുക്ക് നോക്കാം എന്താണ് വിര, ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ. ആദ്യമായി നമുക്ക് വിരയുടെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഭക്ഷണ രീതിയാണ്. അതിന് കാരണക്കാരാരാണ്? കുട്ടികളുടെ രക്ഷിതാക്കൾ, പാരൻസ് ആണ്. നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് തടിയില്ല, നമ്മുടെ കുട്ടി വേണ്ട പോഷകങ്ങളില്ല, അവന് ഒരുപാട് ഉരങ്ങൾ എത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അമിതമായി ഭക്ഷണം വിശക്കാതെയും വിശന്നിട്ടും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കും. കുട്ടികൾ വിശന്നിരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ഭക്ഷണം അത് ദഹിക്കാതെ തന്നെ അടുത്ത ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയി വിശപ്പില്ലാതെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളുടെ ദഹന വ്യവസ്ഥ താറുമാറാവുകയും കൂടുതൽ ദഹിപ്പിക്കാനുള്ള എനർജി ശരീരത്തിൽ ഇല്ലാതിരിക്കുകയും ചെയ്യും. ഇങ്ങനെ എനർജി ഇല്ലാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ശരീരത്തിൽ പ്രോപ്പറായി ദഹിപ്പിക്കാതെ വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ കുടലുകളിൽ മറ്റും കെട്ടിക്കിടക്കും. ഇങ്ങനെ കുടലുകളിൽ കെട്ടിക്കിടന്നാൽ അത് ശരീരത്തിന് കൂടുതൽ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയ ശരീരത്തിൽ നിന്ന് തന്നെ, കുടലിൽ നിന്ന് തന്നെ ശരീരം ഒരു വിരയെ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയുള്ള വിര തന്നെ ശരീരത്തിൽ നിന്ന് തന്നെയാണ് വിര വരുന്നത്. അങ്ങനെ ഈ വിര ആ ഒരു ഭക്ഷണാവശിഷ്ടങ്ങൾ, ആ ഒരു വേസ്റ്റ് തിന്ന് തീർത്ത ശേഷം അതിനെ ശരീരം തന്നെ റിമൂവ് ചെയ്യുന്നത്. നോക്കണം, നമ്മൾ ഈ ശരീരം അത് ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഒരു വേസ്റ്റിനെ അവിടുന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും നമുക്കൊരു ദോഷമായിട്ടല്ല. ആ വിര വന്നാലേ ആ ഒരു വേസ്റ്റ് അവിടുന്ന് റിമൂവ് ആവാൻ കഴിയുള്ളൂ. കാരണം ശരീരത്തിന് പ്രോപ്പറായി ദഹിപ്പിക്കാനുള്ള ഒരു ഊർജം നമ്മൾ കൊടുക്കുന്നില്ല. നമ്മൾ വീണ്ടും വീണ്ടും ശരീരത്തിന് ഓവറായിട്ട് പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശരീരം എക്സ്റ്റേണൽ ആയിട്ട് ഒരു ജീവിയുടെ സഹായം അവിടെ തേടുകയാണ്. അവിടെ ആ ഒരു കുടലിൽ കെട്ടി നിൽക്കുന്ന വേസ്റ്റിനൊക്കെ വിര വന്ന് തിന്ന് തീർക്കുകയും തിന്ന് തീർത്ത ഉടനെ ശരീരം എന്ത് ചെയ്യും? ആ വിരയെ സാധാരണ രീതിയിൽ ടോയ്ലറ്റിൽ പോകുന്ന രീതിയിൽ വിരയെ പുറന്തള്ളുകയും ചെയ്യും. അപ്പോൾ ഈ പുറന്തള്ളുന്ന വിരയെ കണ്ടുകൊണ്ട് രക്ഷിതാക്കൾ എന്താ പറയാ? എൻ്റെ കുട്ടിയുടെ ശരീരത്തിൽ കംപ്ലീറ്റ് വിരയാണ്, വിര ശല്യമാണെന്ന് പറയും. യഥാർത്ഥത്തിൽ ആ വിര ശല്യമല്ല. ആ വിര അവിടെ ആ ഒരു വേസ്റ്റിനെ തിന്ന് തീർത്ത ശേഷം ആ വിരയെ ശരീരം തന്നെ പുറന്തള്ളപ്പെടുന്നതാണ്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? വിരശല്യത്തിന് മെഡിസിൻ കഴിക്കും. എപ്പോഴാണ് കഴിക്കുന്നത്? ഈ വിര വേസ്റ്റ് ഒക്കെ തിന്ന് പുറത്തു പോയ ശേഷമാണ് നമ്മൾ വിരശല്യത്തിന് മെഡിസിൻ കഴിക്കുന്നത്. അങ്ങനെ അവിടെ ബാക്കി നിൽക്കുന്ന നമ്മുടെ സൂക്ഷ്മാണുക്കളും ദഹനത്തിന് സഹായിക്കുന്ന മറ്റു സൂക്ഷ്മാണുക്കളും ഒക്കെ ശരിയായ മെഡിസിൻ കഴിക്കുന്നതോട് കൂടി അതിലൂടെ പുറന്തള്ളുക ചെയ്യുന്നത്. അങ്ങനെ ആ കുട്ടിയുടെ ദഹന വ്യവസ്ഥ വീണ്ടും വീണ്ടും അപകടത്തിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്, താറുമാറാകുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കുക, വിര ഒരിക്കലും ഒരു ശല്യമല്ല. നമ്മൾ ശരീരത്തെ ശല്യപ്പെടുത്തുമ്പോൾ ശരീരം നിർമ്മിക്കുന്ന ഒന്നാണ് വിരശല്യം. വിര ഗുണം എന്നാണ് ഇങ്ങനെ പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി മുതൽ വിരശല്യം എന്ന് പറയരുത്. നമുക്ക് വിരയുടെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുക, അവരുടെ ദഹന വ്യവസ്ഥ താറുമാറായിട്ടാണ്, മുതിർന്നവരായാലും ചെറിയവരായാലും. അപ്പോൾ കറക്റ്റ് വിശന്നിട്ട് മാത്രം ഭക്ഷണം കഴിക്കുന്ന രൂപത്തിലോട്ട് വരുമ്പോൾ തന്നെ ഇത് മാറി കിട്ടും. എന്നാണ് ഇതിന് പരിഹാരം എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ കറക്റ്റ് വിശന്നിട്ട്, എക്സ്ട്രീം വിശപ്പ്, ചെറിയ വിശപ്പോ അല്ലെങ്കിൽ തോന്നലോ ഗ്രേവിങ്സോ ഒന്നുമല്ല, നന്നായിട്ട് ശരീരത്തിനും മനസ്സിനും ഒക്കെ വേണം എന്ന് തോന്നുമ്പോൾ, നല്ല വിശപ്പുണ്ടാവുമ്പോൾ ഭക്ഷണം കഴിക്കുക. അത് നന്നായി ചവച്ചരച്ച് കഴിക്കുക. ശരീരത്തിന് കൂടുതലും ജോലി കുറക്കുന്ന രീതിയിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. പെട്ടെന്ന് ദഹിക്കുന്ന രീതിയിൽ നന്നായി ചവച്ചരച്ച് ഉമിനീര് ലയിപ്പിച്ച് ഭക്ഷണത്തെ ആസ്വദിച്ച് കഴിക്കുക. പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്, കുട്ടികൾക്കൊക്കെ ഒരു ഉരുള വായിലിട്ട് അത് ചവച്ചരക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത ഉരുള വേണ്ടി വരും. അപ്പൊ അതൊന്നും ചെയ്യാതിരിക്കുക. എത്ര കുറച്ചായാലും അത് വിശന്നുകൊണ്ട് അത് ചവച്ചരച്ച് ആസ്വദിച്ച് കഴിക്കുമ്പോൾ അത് ശരീരത്തിന് ഗുണകരമായിട്ട് മാറും. മറ്റേത് അപകടമായിട്ടാണ് മാറുക. ആ കഴിക്കുന്ന ഭക്ഷണം, നമ്മളെ കുട്ടികൾക്ക് നല്ലത് വിചാരിച്ച് കൊടുക്കുന്ന ഭക്ഷണം കൂടുതൽ കുട്ടികൾ അപകടത്തിലോട്ട് എത്തിക്കുക ചെയ്യുക. അപ്പൊ നമ്മുടെ കുട്ടികൾ നമ്മൾ തന്നെ അപകടത്തിലോട്ട് എത്തിക്കാതിരിക്കുക. നമ്മുടെ ശരീരത്തിലെ മാറ്റങ്ങൾക്കും മറ്റു ദഹന വ്യവസ്ഥ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ സ്റ്റൊമക്ക്, വയറ്. അപ്പോൾ ഈ ഒരു സ്റ്റൊമക്കിനെ സംരക്ഷിക്കാനും അതിൻ്റെ ഒരു ഊഷ്മളതക്ക് കൂടുതൽ പ്രാധാന്യം നൽകാനും നമ്മൾ ഇന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം കുട്ടികൾ പലരും പഠിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നുണ്ട്, അവരുടെ ബിഹേവിയർ ശരിയില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ ഒരു സെക്കൻഡ് ബ്രെയിൻ ആയിട്ടുള്ള വയറ് ശരിയാണോ എന്ന് കൂടി നമ്മൾ നോക്കണം. നമ്മൾ അത് അമിതമായി ഭക്ഷണം കൊടുത്തുകൊണ്ട് അത് താറുമാറാക്കി വെച്ച ശേഷം നമ്മുടെ കുട്ടികളെ തന്നെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ആരാണ് ഇവിടെ യഥാർത്ഥത്തിൽ കുറ്റക്കാരെന്ന്. അപ്പൊ ഇന്നു മുതൽ കുട്ടികൾക്ക് വിശന്നിട്ട് മാത്രമേ ഭക്ഷണം കൊടുക്കുന്നത് തീരുമാനിക്കുക. കുട്ടികളുടെ രീതി കറക്റ്റാണ്. അവർ വിശക്കുമ്പേ ചോദിക്കൂ. അപ്പോൾ വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക. എന്തെങ്കിലും കാരണത്താൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് മാറ്റം വരുന്നില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായി അക്യുപഞ്ചർ ചികിത്സ ചെയ്യുക. സിംഗിൾ പോയിന്റ് അക്യുപഞ്ചർ ചികിത്സ ചെയ്യുന്നതിലൂടെ കുട്ടിയുടെ മാനസിക ശാരീരികമായിട്ടുള്ള എല്ലാ അസുഖങ്ങളും മാറ്റം വരികയും ശരീരം കൂടുതൽ മെച്ചപ്പെടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ
പ്രാവർത്തികമാക്കുകയും മറ്റുള്ളവർക്ക് എത്തിക്കുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.